1970 കാലഘട്ടത്തിലാണ് വിനയ് എന്ന ചെറുപ്പക്കാരന് ഇന്ത്യൻ റെയിൽവേസിൽ സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ലഭിക്കുന്നത്. വിനയ് ഏറെ സന്തോഷവാനായി. കാരണം അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജോലിയാണിത്. തൻ്റെ ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരം പോയാൽ മാത്രമേ അവൻ്റെ ജോലിസ്ഥലമായ വെസ്റ്റ് ബംഗാളിലെ ആ സ്റ്റേഷനിലെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവൻ ഉച്ചയ്ക്ക് തന്നെ അവിടേക്ക് പുറപ്പെട്ടു. കുറേ ദൂരം ബസ്സിൽ സഞ്ചരിച്ചതിന് ശേഷം ഒരു സ്റ്റോപ്പിലിറങ്ങി. അവിടെ നിന്ന് വേണം ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. കുറേ നേരം കാത്തു നിന്നിട്ടും അങ്ങോട്ട് പോകാനുള്ള ഒരു ബസ് പോലും വന്നില്ല. ഏകദേശം സന്ധ്യയാകാറായപ്പോഴേക്കും ഒരു ഓട്ടോ വന്നു. അതിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ടപാടെ ഓട്ടോ ഡ്രൈവറുടെ മുഖം മാറി. അല്പം ഭയത്തോടെ, സാർ ഈ നാട്ടുകാരനല്ല എന്ന് തോന്നുന്നു. അപ്പോൾ വിനയ് പറഞ്ഞു, അതെന്താ അങ്ങനെ ചോദിച്ചത്? അപ്പോഴേക്കും സ്റ്റേഷനെത്തി. നേരം ഇരട്ടി തുടങ്ങി. ഓട്ടോ ഡ്രൈവർ അല്പം ധൃതി വെച്ചു. സാർ പെട്ടെന്നിറങ്ങ്, എനിക്ക് പോകണം. പൈസ പോലും വാങ്ങാതെ അയാൾ വണ്ടി ഓടിച്ചു പോയി. വിനയ്ക്ക് അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. സ്റ്റേഷൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. അവിടെ ചെന്നിട്ടും ഒറ്റ മനുഷ്യനെ പോലും അദ്ദേഹം കണ്ടില്ല. സ്റ്റേഷൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ഒരു മനുഷ്യനെ പോലും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നൊരു ക്ലീനർ അവിടെ നിന്ന് തറ തുടയ്ക്കുന്നത് കണ്ടു. അയാളോട് ചോദിച്ചു, ചേട്ടാ, ഞാനിവിടെ പുതുതായി വന്ന സ്റ്റേഷൻ മാസ്റ്ററാണ്. ഇവിടെ ആൾക്കാരും ക്ലീനർ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, സർ, ജീവൻ വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പൊക്കോളൂ, അവൾ വരും എന്ന് പറഞ്ഞിട്ട് അയാൾ എങ്ങോട്ടോ നടന്നകന്നു. ഇത് കേട്ട് വിനയ് ഒന്ന് പേടിച്ചു. ആര് വരുമെന്നാണ് ഇയാൾ പറയുന്നത്? ഇത്രയും പറഞ്ഞിട്ട് ഒരു ചെറിയ ഓഫീസിനുള്ളിൽ അദ്ദേഹം കയറിയിരുന്നു. എന്നിട്ട് അവിടെയുള്ള ഫയലുകളെല്ലാം പരിശോധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇതുവഴി കടന്നു പോകുന്ന ഒരു ട്രെയിൻ പോലും ഇതുവരെ ഇവിടെ നിർത്തിയില്ല. ഇത്രയും പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള വാച്ച് എടുത്ത് നോക്കി. ഏകദേശം 12 മണിയോടടുത്തിരുന്നു. പെട്ടെന്ന് ഒരു ട്രെയിൻ കടന്നുപോയി. അതിൻ്റെ പിന്നാലെ ഒരു സ്ത്രീ ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നി. വിനയ് തൻ്റെ മുറിയിൽ നിന്നും ചാടി വെളിയിലിറങ്ങി. പ്ലാറ്റ്ഫോമിലെല്ലാം ഒന്ന് നോക്കി. അവിടെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ എന്ന്. അവിടെ ആരെയും കാണുന്നില്ല. ഒരു മനുഷ്യൻ പോലുമില്ല. പിന്നെ ആരെയാണ് താൻ കണ്ടത്? ചിലപ്പോൾ തനിക്ക് തോന്നിയതാകാമെന്ന് കരുതി തിരിച്ച് ഓഫീസിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് കുറേ നേരമായപ്പോഴേക്കും വീണ്ടും ഒരു ട്രെയിൻ പോകുന്നു. അതിൻ്റെ പിന്നാലെ ഒരു സ്ത്രീ ഓടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. വീണ്ടും അദ്ദേഹം വെളിയിലിറങ്ങി നോക്കി. ആരെയും കണ്ടില്ല. അല്പം ഭയം തോന്നി. തിരിച്ചു വന്ന് തൻ്റെ കസേരയിലിരുന്നു. കുറേ നേരം അദ്ദേഹം അവിടെ ഇരുന്ന് അറിയാതെ മയങ്ങിപ്പോയി. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീരൂപം തൻ്റെ മുറിയിലേക്ക് പാഞ്ഞെടുക്കുന്നതായി കണ്ടു. വിനയ് നിലവിളിച്ചുകൊണ്ട് വെളിയിലേക്ക് ഓടി. എങ്ങും ഇരുട്ട് മാത്രം, ഒന്നും കാണുന്നില്ല. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് അദ്ദേഹം കുറേ ദൂരം ഓടി. ഓടി ഒരു മരച്ചുവട്ടിലെത്തി. അവിടെ നോക്കുമ്പോൾ ഒരു യാചകനായ വൃദ്ധനിരിക്കുന്നു. അദ്ദേഹം കാര്യം തിരക്കി. എന്തിനാണ് നിങ്ങൾ ഈ രാത്രിയിൽ ഓടുന്നത്? അപ്പോൾ വിനയ് പറഞ്ഞു, ഞാൻ ഈ സ്റ്റേഷനിൽ പുതുതായി ചാർജ് എടുത്ത സ്റ്റേഷൻ മാസ്റ്ററാണ്. എന്നെ രക്ഷിക്കണം. ഒരു രൂപം എന്നെ പിടിക്കാൻ വന്നു. യാചകൻ പറഞ്ഞു, അവൾ നിങ്ങളെയും പേടിപ്പിച്ചു അല്ലേ? വിനയ് ഒന്നും മിണ്ടിയില്ല. യാചകൻ പറഞ്ഞു, ഇത് കുറേ കാലമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോഴാണിത് വീണ്ടും തുറന്നത്. വിനയ് ചോദിച്ചു, എന്തുകൊണ്ടാണിത് ഇത്രയും നാൾ തുറക്കാതിരുന്നത്? യാചകൻ പറഞ്ഞു, ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ രാത്രിയിൽ ട്രെയിൻ തട്ടി മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം അവളുടെ ആത്മാവ് ഇവിടെ വരുന്ന എല്ലാവരെയും ഭയപ്പെടുത്തും. ഇവിടെ ആരും അതിനുശേഷം ജോലിക്ക് വരാറില്ല. ജോലിക്ക് വന്നവരെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ചിലരെല്ലാം സമനില തെറ്റിപ്പോകുന്നു. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. ഇത്രയും കേട്ടതും വിനയ്ക്ക് വേറെ ഒന്നും വേണ്ട. അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി അവിടെ തങ്ങാമെന്ന് കരുതി. ഇനി ജോലിയും വേണ്ട, ഒന്നും വേണ്ട. ഉള്ള ജീവനം കൊണ്ട് വീട്ടിൽ പോകാമെന്ന് കരുതി. താൻ ഇനി ആ സ്റ്റേഷനിലേക്ക് ജോലിക്ക് പോകില്ല എന്ന് തൻ്റെ മേലധികാരികളോട് വിനയ് അറിയിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടുകയും പിന്നീട് അതിനുശേഷം വിനയ്ക്ക് സ്ഥലമാറ്റം കിട്ടുകയും വേറെ ആരും ആ സ്റ്റേഷനിലേക്ക് പോകാതെയുമായി. അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.